എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കാഴ്ചപ്പാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത് ഇന്നലെ വന്ന 2 വാർത്തകളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ന്യൂസ് ഇതാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ജീവിച്ചു വന്ന എൻ്റെ വീടാണ് ഇപ്പൊ ഈ കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത്. ഈ അവസ്ഥയിലാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 തൊട്ടിട്ട് എൻ്റെ ഈ പുരയിടത്തിലേക്ക് വീടും പറമ്പും തുടങ്ങുന്ന 1.5 ഏക്കർ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ 1.5 ഏക്കർ സ്ഥലത്തിലേക്ക് സ്ഥിരമായിട്ടൊരു എല്ലാ ദിവസം എന്നുള്ള രീതിയിൽ ആന കയറാനായിട്ട് തുടങ്ങി. നിങ്ങൾ ഈ ന്യൂസ് കേട്ടിരിക്കാം എന്ന് കരുതുന്നു. രണ്ടാമത്തെ ന്യൂസ് ഇതാണ്. പോലീസ് സംരക്ഷണയിലാണെന്ന് ഇപ്പോൾ ധനേഷ് പറഞ്ഞു. എന്തായാലും കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായിരിക്കുന്നു. ഇത്രയും ദിവസത്തെ, അതായത് 8 ദിവസത്തെ ജയിൽവാസം ഇന്ന് 9 ദിവസമാവുന്നു. ജൂലൈ 25-നാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ 3 പെൺകുട്ടികളെ, അവരെ മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ഈ സിസ്റ്റർ, അങ്കമാലി സ്വദേശിനിയാണ് സിസ്റ്റർ പ്രീതി മേരി, കണ്ണൂർ സ്വദേശിനിയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, ഈ 2 പേരും അന്നാണ് അവർ അറസ്റ്റിലാകുന്നത്. ഇത് ഇന്നലത്തെ വലിയൊരു ന്യൂസായിരുന്നു. ഇതിൽ 3 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇനി നമുക്ക് തിരിച്ച് മെയ്മോളുടെ പ്രശ്നത്തിലേക്ക് തിരിച്ചു വരാം. ആ സമയത്ത് വനം വകുപ്പ് മുന്നോട്ടേക്ക് വെച്ചൊരു പ്രൊജക്റ്റാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിലേക്ക് ഭൂമി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത്. 2023 ഒക്ടോബർ 22-നാണ് ഞാൻ എൻ്റെ അപേക്ഷ ഇവിടെ തൊട്ടടുത്തുള്ള മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. പക്ഷേ അപേക്ഷ കൊടുത്തതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞു, 1 വർഷം ആകാറായി, എന്നിട്ടും ഇത് പരിഗണിക്കുന്നില്ല. പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അപേക്ഷനെ തഴഞ്ഞു വെച്ചു. പഞ്ചായത്തിൽ പറഞ്ഞു, കളക്ടറിനെ പോയി കണ്ടു, മന്ത്രിനെ പോയി കണ്ടു, MLA MP. ഇനി ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പോകുന്നത് ഒരു വക്കീലിനെ കാണാനാണ്. അപ്പൊ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഫീസ് നമ്മളെ കൊണ്ട് താങ്ങില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലീഗൽ സർവീസ് സൊസൈറ്റിയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു അവസ്ഥയാണ്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി. തനിക്ക് ഇത്രയും ഞങ്ങളോട് പറഞ്ഞ് വാക്ചാതുര്യമൊക്കെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് തന്നെ കേസ് തന്നെ വാദിച്ചുകൂടാന്ന് പറഞ്ഞു. അവരെന്നെ സത്യത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത്. എന്റെ കേസ് എടുക്കാതെ എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഈഗോ ഹേർട്ടായി, നാണക്കേടൊക്കെ പോലെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് സ്വയമേ കേസ് വാദിച്ചുകൂടാന്ന് വിചാരിച്ചു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്സിന്റെ LLB പഠിക്കാനുള്ള സിലബസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുകയും അത് ഫുള്ള് പഠിക്കുകയും ചെയ്തിട്ടാണ് എങ്ങനെയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോടതിയിൽ പെരുമാറേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. കേരള ഹൈക്കോടതിയുടെ എന്തൊക്കെ റൂളാണോ ഉള്ളത് ഇത് ഫുള്ള് ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതും പഠിച്ചു. ഓരോ പ്രാവശ്യം എൻ്റെ കോൺഫിഡൻസിനെ എതിർകക്ഷി വക്കീൽ നയപരമായിട്ടും അല്ലാതെയും ആക്രോശിച്ചും എല്ലാവരും തകർത്തിയിട്ടും ആനയുടെ കൂട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത്. എൻ്റെ ജീവനല്ലേ പ്രശ്നം. ജഡ്ജ് എൻ്റെ വാദം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, മെയ്മോളൊന്ന് തിരിഞ്ഞു നോക്കൂ, താൻ കണ്ടോ തൻ്റെ ചുറ്റുമിരിക്കുന്ന ഇത്രയും അഡ്വക്കേറ്റ്സ് പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളി ആർഗ്യൂ ചെയ്യില്ല. തനിക്ക് യു ഹാവ് എ ക്ലാരിറ്റി ഓഫ് പ്രസന്റേഷൻ, തനിക്ക് പ്രസന്റ് ചെയ്യാനൊരു കഴിവുണ്ട്, എന്തുകൊണ്ട് തനിക്കൊരു LLB എടുത്തുകൂടാ എന്ന് പറഞ്ഞു. കണ്ടല്ലോ, അവർ കാണേണ്ട ആൾക്കാരെ എല്ലാം കണ്ടു, മുട്ടേണ്ട വാതിലുകളെല്ലാം മുട്ടി, എന്നിട്ട് ആരിൽ നിന്നും ഒരു സഹായം ലഭിച്ചില്ല. കാരണം എന്താണ്? അതൊരു ഏക വ്യക്തിയാണ്. മറ്റത് നേരത്തെ മുൻപേ പറഞ്ഞ കന്യാസ്ത്രീകൾ ഒരു മതത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടും അതൊരു വോട്ട് ബാങ്ക് ആയതുകൊണ്ടും മാത്രമാണ് അവർക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ സാധാരണക്കാരന് ഇതേപോലൊരു സഹായം ലഭിക്കുമോ? ലഭിക്കുമായിരുന്നുവെങ്കിൽ സ്വന്തം ചുറ്റുപാടിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കളിൽ നിന്നെങ്കിലും ഒരു സഹായം ലഭിക്കുമായിരുന്നു. പ്രാദേശിക നേതാക്കൾക്ക് എന്തായാലും ചുറ്റുപാടിലെ പരിസ്ഥിതികളെക്കുറിച്ച് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. പറയാൻ ഞാൻ അർഹനല്ല എങ്കിലും മെയ്മോൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ.